ഹായ് ഓൾ. ചവിട്ടി നിന്റെ വാരിയെല്ലൂരെടുക്കുമെന്നൊക്കെ പറയാറില്ലേ? ഇതാണ് ആ സംഭവം. ഇതാണ് നെഞ്ചടി. നെഞ്ചടിയുടെ വാരിയെല്ല് ഊരിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം വലിയ പ്രായമില്ലാത്ത കിടാവിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് വലിച്ചാൽ പോരുന്നത്. സാധാരണ അത്യാവശ്യം പ്രായമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിരിക്കും, നമ്മൾ കത്തിക്ക് ചെത്തിയെടുക്കാറാണ് പതിവ്. പിന്നെ പല നാട്ടിൽ പല രീതിയിലാണ് ഈ പണി ചെയ്യുന്നതും ബീഫ് വെട്ടിക്കൊടുക്കുന്നതും. നമ്മളുടെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു, ഇറച്ചിക്കടയിൽ ചെന്ന് ഓരോ പാർട്സ് വേണമെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇറച്ചിക്കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഓരോ പാർട്സിൻ്റെയും വീഡിയോ ആയിട്ട് ചെയ്യാമോ, അപ്പോൾ അത് കാണിച്ച് എളുപ്പത്തിൽ ബീഫ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതുപോലത്തെ വീഡിയോ കുറച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വാരിയുടെ എല്ലൊക്കെ ഊരിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഇതേപോലത്തെ പാടകളൊക്കെ ചെത്തിക്കളയും. ഞാനിപ്പോൾ കൈവച്ചിരിക്കുന്നില്ലേ, ഈ കാണുന്ന ഈ റെഡ് ഭാഗം, ഇത് അത്യാവശ്യം കരിമ്പ് പോലത്തെ എല്ലാണ്. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പോലെ, അതായത് കരിമ്പ് പോലെ പൊടിഞ്ഞു പോകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ കുടിക്കാൻ, അതായത് നീരൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനു മുമ്പ് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. കഴിക്കാത്തവർ ജസ്റ്റ് ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കുക. അത്യാവശ്യം സോഫ്റ്റുമാണ്. അതുപോലെ ഈ റെഡ് കളറാണെന്ന ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിമ്പ് പോലെ നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോൾ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വാരിയുടെ എല്ലൊക്കെ ഊരിക്കളഞ്ഞ് ഈ മുകളിൽ കാണുന്നത് എല്ലൂരിയ ഭാഗം, നടുക്ക് കാണുന്നത് ഈ വൈറ്റ് കാണുന്നത് അതിൻ്റെ എല്ല്, ഈ അടിയിൽ കാണുന്നതാണ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ബ്രിസ്ക്കറ്റ് ആ ഫുള്ളായിട്ടുള്ള പോർഷനാണ്. അതിൻ്റെ മുകളിലത്തെ ഫാറ്റൊക്കെ ഓൾറെഡി ചെത്തി കളഞ്ഞിട്ടുണ്ട്. അതോടെ ഉൾപ്പെട്ടതാണ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ബ്രിസ്ക്കറ്റിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നെഞ്ചടി തൂക്കിയിട്ടതാ ഇതുപോലെയാണ് കിടക്കുന്നത്. പിന്നെ പല കടകളിലും പല രീതിയിലാണ് വെട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. പിന്നെ സാധാരണ ഞാൻ ഇപ്പോൾ ഈ കൈ വെച്ചിട്ടില്ലേ, നെയ്യുടെ ഭാഗം, നെഞ്ചടിയിൽ പൊതുവെ നെയ്യ് അത്യാവശ്യം കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ നെയ്യ് കൂടുതലുള്ള കന്നാലികൾക്ക് നെയ്യ് കൂടുതലായിരിക്കും. അങ്ങനെ നെയ്യ് കൂടുതലുള്ള സാഹചര്യത്തിൽ നെഞ്ചടിയും കൈയും കൂടിയും മിക്സ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നെഞ്ചടിയിൽ അത്യാവശ്യം നെയ്യ് കൂടുതലായിരിക്കും, കയ്യിൽ നെയ്യ് വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചടിയേക്കാൾ കുറവായിരിക്കും. ഈ കാണുന്നതാണ് കൈ. ഇനി നിങ്ങൾക്ക് നെഞ്ചടി ഇഷ്ടമാണ്, പക്ഷെ നെഞ്ചടിയിൽ നെയ്യ് കൂടുതലാണെന്നുള്ള പരാതി ഉണ്ടെങ്കിൽ നെഞ്ചടിയും കൈയും കൂടി മിക്സ് ചെയ്ത് മേടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം നെയ്യും കുറഞ്ഞു കിട്ടും, ടേസ്റ്റിൽ യാതൊരു കുറവും വരില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.